ആശാവർക്കർമാരുടെ സമ്മേളനത്തിൽ സുരേഷ് ഗോപി കൊട ചൂടി പോയി എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം കൊട കൊടുത്തു എന്നൊക്കെയുള്ള ഒരു വാർത്ത വലിയ തോതിൽ CPM ഹാൻഡിലിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഒരു സമരത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഏത് നേതാവിനും കയറി ചെല്ലാം എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. അത് CPM അറിയാത്തതുമല്ല. കാരണം എനിക്ക് നേരിട്ടുള്ള രണ്ടനുഭവങ്ങൾ ഞാൻ പറയാം. ആറന്മുള വിമാനത്താവളത്തിനെതിരായ സമരം CPM തന്നെ അനുമതി കൊടുത്തതാണ്, LDF അനുമതി കൊടുത്തതാണ്. പക്ഷേ LDF അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ അതിനെതിരായ സമരത്തിൽ വന്നു. ഓക്കെ, ആ സമരത്തിന്റെ സമരപ്പന്തലിന്റെ കൺവീനർ കുമ്മനം രാജശേഖരനെ ഇപ്പോഴും ആ ചിത്രങ്ങൾ നാട്ടിൽ കിട്ടാൻ ഞാൻ ആ സമരപ്പന്തലിൽ പോയിട്ടുണ്ട്. കാരണം കുമ്മനം രാജശേഖരനല്ല ആരായാലും ആറന്മുള എയർപോർട്ട് വരരുതെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അത് LDF ഗവൺമെന്റ് കാലത്ത് എൻ്റെ നിലപാട് അതാണ്. പക്ഷേ LDFന് ഭരണത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് ആറന്മുള എയർപോർട്ട് മോശമാണെന്ന് മനസ്സിലായത്. ആ കുമ്മനം രാജശേഖരൻ കൺവീനറായ ആ പന്തലിൽ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ നേതാക്കളും എന്ന് സംസാരിച്ചിട്ടുണ്ട്. കുമ്മനമാണ് സ്വാഗതം പറയുക, അല്ലെങ്കിൽ അധ്യക്ഷൻ പറഞ്ഞു മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഒരു സമരത്തിൽ BJP-കാരൻ വന്നു എന്ന് പറയുന്നത് വലിയ കുഴപ്പമാണ്. അതിലും വലിയൊരു ഉദാഹരണമുണ്ട്, നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. നമ്മുടെ അഴിമതി വിരുദ്ധ സമരം, അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ സമരം ഡൽഹിയിൽ നടന്നപ്പോൾ അവിടെ നമ്മൾ ഒരു വശത്ത് അണ്ണാ ഹസാരെയുടെ ഒരു വശത്തിരുന്നത് നമ്മുടെ വൃന്ദ കരാട്ട, മറുവശത്തിരുന്നത് അരുൺ ജെയ്റ്റ്ലിയാണ്, BJP-യുടെ നേതാവ്. ഈ പടം ഇന്നും വ്യാപകമാണ്. അപ്പൊ അഴിമതി വിരുദ്ധ സമരത്തിലാവാം, എയർപോർട്ട് വിരുദ്ധ സമരത്തിലാവാം, ആശാവർക്കർമാരുടെ സമരത്തിലായിക്കൂടാ എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമുണ്ട്. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിക്ക് നാണം എന്നൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് അയാൾ അവിടെ കയറി ചെന്നു. കാരണം ഈ സമരത്തിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം തന്നെ കുറ്റക്കാരാണ് കേന്ദ്ര സർക്കാരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി വന്നിട്ടുള്ള ആളുകളാണ്. അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന്റെ 60% കൊടുക്കേണ്ടത്, ഓണറേറിയത്തിന്റെ 60% കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിലെ ആശാ വർക്കർമാർക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം സുരേഷ് ഗോപി ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ചെയ്യലാണ്. ഇനി മാത്രമല്ല, ഗുജറാത്തിലും ഹരിയാനയിലും UP-യിലും മഹാരാഷ്ട്രയിലും ഒക്കെ ആശാവർക്കർമാർ സമരം ചെയ്യുന്നുണ്ട്, കർണാടകയിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്താ ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? 1500 രൂപയാണ് UP-യിലെ ആശാവർക്കറുടെ ശമ്പളം. ഗുജറാത്തിലും ഒക്കെ 2000-2000 അടുത്തൊക്കെയുള്ള ശമ്പളവും. സിക്കിം മാത്രമാണ് കേരളത്തിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനം. അപ്പോ കേരളത്തിൽ ഇത് കൊടുക്കണമെന്ന് പറയുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് കൊടുക്കുന്നതിനെതിരായി നിൽക്കുകയും ആ സമരത്തെ ഗുജറാത്തിലടക്കം അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന BJP-യുടെ നേതാവ് മാത്രമല്ല, കേരളത്തിലെ നിന്നുള്ള കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് ആശാവർക്കർമാർക്ക് ഒപ്പമാണ് ഞാൻ എന്ന് പറയുന്നതിലെ പരിഹാസമൊക്കെ നമുക്ക് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. അപ്പൊ പ്രശ്നം അതല്ല. ആശാവർക്കർമാർ ഇപ്പൊ സമരം തുടങ്ങിയിട്ട് ഒരു മാസത്തോളം. ഒരു മാസമായ സമരത്തിൽ എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാട് എന്നതാണ് ചോദ്യം. ഈ സമരത്തെ അങ്ങേയറ്റം അപഹസിക്കാനാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കൾ, CITU നേതാക്കൾ വരെ ശ്രമിച്ചത്. നമുക്കറിയാം, എളമരം കരീം പറഞ്ഞ വാചകം എന്താണെന്നറിയാം, VV ഹർഷകുമാർ എന്ന് പറഞ്ഞ എന്താണെന്നറിയാം, KN ഗോപിനാഥ് പറഞ്ഞ എന്താണെന്നറിയാം. സ്ത്രീ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നടപടികളാണ്. അതിൽ സുരേഷ് ഗോപി ഉമ്മ വെച്ചോ എന്നൊക്കെ ചോദിച്ച ഒരു നേതാവ്. പിന്നെ പാട്ടപ്പിരിവുകാരാണ്. ചെറിയ പാർട്ടിയല്ലേ, SUC നടത്തുന്ന സമരമാണ്. ഒന്നാമത്തെ പ്രശ്നം SUC ആണോ വേറെ ആളാണോ എന്നുള്ളതല്ല. ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന കാര്യം ശരിയാണ്. ഇടതുപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുന്ന കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദന്റെ വാചകം ഞാൻ പറയാം. അവർ തൊഴിലാളി വർഗമാണ് എന്ന് തന്നെയാണ്, അധ്വാനിക്കുന്നവരാണ്. മുമ്പ് അവർക്ക് പറഞ്ഞിരുന്ന ജോലിയുടെ പല മടങ്ങ് ജോലിയായി. പ്രത്യേകിച്ചും കോവിഡ് കാലത്തൊക്കെ അവർ എത്രത്തോളം ആത്മാർത്ഥമായാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്. കോവിഡിനെ നേരിട്ട മഹാവീരനായ ആളാണ് മുഖ്യമന്ത്രി എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻനിര സൈന്യമായിരുന്നു ആശാ വർക്കർമാർ എന്ന കാര്യം മറന്നു പോകരുത്. ഇവർ നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഓരോ വീട്ടിലും വന്ന് അന്വേഷിച്ചിട്ടല്ല. ആശാ വർക്കർമാർ രാപ്പകലില്ലാതെ വലിയ അപകടം പ്രതീക്ഷിച്ച് ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ഒരു പരിധിവരെ നേരിട്ടത്. ഇത് ആശാ വർക്കർമാരുടെ മാത്രം കാര്യമല്ല, ആശാ വർക്കർമാരോട് മാത്രമുള്ള സമീപനമല്ല. നോക്കൂ, കേരളത്തിൽ പ്രൈമറി ടീച്ചേഴ്സ് എന്ന് പറയും, നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സ് അവർ സമരം നടത്തി. അവസാനം കോടതി അവർക്ക് ശമ്പളം കൊടുക്കാൻ വിധിച്ചു, ഹൈക്കോടതി ശമ്പളം കൊടുക്കാൻ വിധിച്ചു. ഇടതുപക്ഷ സർക്കാർ ചെയ്തെന്താ അറിയോ? അതിനെതിരെ സുപ്രീം കോടതി പോയി നമ്മുടെ തന്നെ പൈസ വാങ്ങി. അംഗൻവാടി ടീച്ചേഴ്സിന് ഏറ്റവും ശമ്പളം കുറഞ്ഞ പാർട്ടികളാണ്, ഏറ്റവും അധ്വാനിക്കുന്ന പാർട്ടികളാണ്.
ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ വേരുള്ള പാർട്ടികളാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർക്കെതിരെ കേസിന് പോയി ഈ സർക്കാർ. ഇനി ചെറിയ പാർട്ടിയാണ് സമരം ചെയ്യുന്നതിന് അർത്ഥമില്ല. ഒരൊറ്റ കാര്യം സഖാവേളവരെ കരീമേ, ഗുജറാത്തിൽ നിങ്ങളുടെ പാർട്ടി എത്ര വലുതാ? കേരളത്തിലെ SUCയേക്കാൾ മോശമാണ് നിങ്ങളുടെ ഗുജറാത്തിലെ പാർട്ടി അല്ലേ? ആണോ? നിങ്ങൾ ഗുജറാത്തിൽ സമരത്തിന് പോയില്ലേ? ഹരിയാനയിൽ നിങ്ങളുടെ പാർട്ടിയിൽ എത്ര പേരുണ്ട്? കേരളത്തിലെ SUCയുടെ അത്ര ഇല്ല. ഹരിയാനയിൽ നിങ്ങൾ സമരത്തിന് പോയില്ലേ? കർണാടകയിൽ പോയില്ലേ? ഇവിടെയൊക്കെ സമരത്തിന് പോയ നിങ്ങൾ, ഈ ആശാവർക്കർമാർ ശമ്പളത്തിന് വേണ്ടി സമരത്തിന് പോയ നിങ്ങൾ കേരളത്തിൽ വന്നിട്ട് പറയുക പാട്ടപ്പിരിവുകാരാണ്, ചെറിയ പാർട്ടിയാണ്, ഞങ്ങൾ വലിയ പാർട്ടിയാണ്, സമരം ചെയ്യാൻ വലിയ പാർട്ടി വേണമെന്നുണ്ട്. ഒരു സത്യം ലോകത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ എത്ര ശതമാനം പങ്കെടുത്തിരുന്നു? സഖാവേളവരെ കരീം, കേരളത്തിലെ പുന്നപ്ര വയലാർ അടക്കമുള്ള അതിനു മുമ്പുള്ള തൊഴിലാളി സമരങ്ങളിൽ തൊഴിലാളികളുടെ എത്ര ശതമാനം പേർ പങ്കെടുത്തിരുന്നു? 100 കയർ ഫാക്ടറി ഉണ്ടെങ്കിൽ ഒരു കയർ ഫാക്ടറിയിലെ സമരം തുടങ്ങിയ. കാരണം എന്താ? അവിടെ ശമ്പളം കൂട്ടി കിട്ടിയാൽ എല്ലാവർക്കും കിട്ടും, എല്ലാവരും വരണമെന്നില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം തുടങ്ങുന്ന കാലത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ എത്രയായിരുന്നു സഖാവേ? ഇവിടുത്തെ ട്രേഡ് യൂണിയന്റെ അംഗസംഖ്യ എത്രയായിരുന്നു? കേരളത്തിലെ ജനങ്ങളുമായിട്ടോ മൊത്തം തൊഴിലാളികളുമായിട്ടോ ആലോചിച്ചാൽ വളരെ ചെറിയ പങ്കേ ട്രേഡ് യൂണിയനിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് അവർ സമരം ചെയ്തിട്ടില്ലേ ബാക്കി തൊഴിലാളികൾക്ക് അവകാശം നേടിക്കൊടുത്തത്? ഇതൊന്നും അറിയാൻ ഇപ്പൊ പറ്റില്ല. കാരണം എന്താ? നമ്മൾ മാറി. പാർട്ടി സമ്മേളനം പ്രഖ്യാപിച്ചതുപോലെ നമ്മൾ ഇനി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ആളുകളായി. ഈ ചവറ ചിപ്പറ തൊഴിലാളികളൊന്നും ഞങ്ങൾക്ക് വിലയില്ല. പിന്നെ പറയുന്ന ഒരു വാദമാണ് ഏറ്റവും വിചിത്രം. കേരളത്തിലാണ് ഇവരുടെ ഏറ്റവും കൂടിയ ശമ്പളം. ഞാനൊരു വളരെ ലളിതമായൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ 36 വർഷം ഭരിച്ച ബംഗാളിൽ നിന്ന് ദിവസക്കൂലിക്ക് ജോലി ചെയ്യാൻ ആളുകളുടെ വരുന്നില്ല. അവർക്കിവിടെ 800 രൂപ 1000 രൂപ ഒരു ദിവസം കിട്ടിയാൽ അത് വലിയ ശമ്പളമല്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിൽ ശമ്പളം പൊതു കൂലി നിലവാരം കൂടിയിരിക്കുന്നത്? അവർക്ക് 1000 രൂപ കൊടുക്കേണ്ടിടത്താണ് 232 രൂപയാണ് ആശാവർക്കർമാർക്ക് ഇപ്പോഴും ഉള്ളത്. അത് മനസ്സിലാക്കുക. ബംഗാളിൽ നിങ്ങൾ ഭരിച്ച ബംഗാളിൽ കർഷക തൊഴിലാളിയുടെ കൂലി എത്രയാണ്? എന്തായാലും 800 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ഇവിടെ പണിയെടുക്കാൻ വരുമ്പോൾ അവൻ അവിടെ കിട്ടുന്നതിന്റെ പലമടം കിട്ടണമല്ലോ. നമ്മൾ ഗൾഫിൽ പോണ പോലെയല്ലേ? ഇപ്പൊ ബംഗാളിൽ നിങ്ങൾ ഭരിച്ച ബംഗാൾ 36 വർഷം, ചെറിയ കാലമൊന്നുമല്ല. ഈ 3-ാം ഊഴം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് 6-7 ഊഴം ഭരിച്ചു. അവിടെ 7 തവണ അവിടെ ജയിച്ചു. എന്നിട്ട് അവിടുത്തെ തൊഴിലാളി ഇപ്പൊ പട്ടിണിയായിട്ട്, ഇപ്പോഴല്ല കുറെ കാലമായി അവർ ഇവിടെ വന്ന് നമ്മുടെ കൂലിക്ക് പണിയെടുക്കുക. എന്തുകൊണ്ടാ? അവിടെ കൂലി വളരെ കുറവാണ്. ബംഗാളിൽ കൂലി കുറവാ. ബീഹാറിലെ കാര്യം ഇവിടെ കേട്ടെ. നിങ്ങൾ വെച്ച് ബംഗാളിൽ കൂലി കുറവാ. അപ്പോ അവിടെ നിന്ന് ഇവിടെ വന്ന് ചെയ്യാമെങ്കിൽ ഇവിടുത്തെ ആശാ വർക്കേഴ്സ് കൂടുതൽ കൂലി കൊണ്ട് ചോദിച്ചാൽ അതിനെന്താ കുഴപ്പം? നിങ്ങൾ ബംഗാളികളെ കൊണ്ടു പണിയെടുക്കും. ഒരു ബംഗാളി പണിയെടുക്കില്ല ആശാ വർക്കറായിട്ട്. ഭാഷ പഠിച്ചാൽ പോലും എടുക്കുമോ? കാരണം അവന് 800 രൂപ ഒരു ദിവസം, 1000 രൂപ ഒരു ദിവസം. അവിടെയാണ് പ്രശ്നം. എന്നിട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്. അംഗൻവാടി ടീച്ചേഴ്സ്, ഇവർക്ക് ഒരു കുഴപ്പമുണ്ട്. ഒരു തൊഴിലാളിയുടെ, അതാണ് തൊഴിലാളി വർഗ ശാസ്ത്രജ്ഞർ മറന്നുപോയത്, ഒരു തൊഴിലാളിയുടെ ശമ്പളം നിശ്ചയിക്കേണ്ടത് എന്താ? അയാളുടെ ഉത്പാദനവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, അയാളുടെ ജീവിത ചെലവുമായി ബന്ധപ്പെടുത്തിയാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പറയുക. അവനൊരു കുടുംബം നോക്കണം, അവനവൻ്റെ അടുത്ത തലമുറ വളർത്തിയെടുക്കണം, അവന് വിശ്രമം വേണം, അവന് വിനോദം വേണം, ഭക്ഷണം ശരിക്കും കിട്ടണം, ഇതൊക്കെ വേണ്ടേ? അതിന് 232 രൂപ തികയുമെന്ന് ഒരു ദിവസം 10,000 രൂപ 20,000 രൂപയ്ക്ക് ഡിന്നർ കഴിക്കുന്ന സഖാക്കൾക്ക് മനസ്സിലാവില്ല. ചില പടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ കാലത്ത്. ഒരു മന്ത്രി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ലളിതമായി ഭക്ഷണം കഴിക്കുന്നതിന്റെ പടമൊക്കെ വീട്ടിലിരുന്ന അതുപോലെ ഭക്ഷണം കഴിക്കൊന്നും വേണ്ടാന്ന്. 232 രൂപയ്ക്ക് എന്തു പറ്റുമെന്ന്. അതുകൊണ്ട് സഖാക്കൾ മറന്നുപോയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഈ പല ആളുകളെ കൊണ്ട് തന്നെയാണ് നിങ്ങളായത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവർ വേണ്ട, അംഗൻവാടി ടീച്ചർ വേണ്ട, അല്ലെങ്കിൽ മറ്റു ആളുകൾ വേണ്ട, ദളിതർ വേണ്ട, ആദിവാസികൾ വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ മധ്യവർഗ ഉപരിമധ്യവർഗത്തിന്റെ ആളുകളായി, വികസനത്തിന്റെ വക്താക്കളായി, മൂലധനത്തിന്റെ ക്ഷണിതാക്കളായി മാറിക്കഴിഞ്ഞാൽ ഇവരെ ഓർക്കുക. ആശാവർക്കർമാർ നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് എന്തായാലും പ്രതിപക്ഷം എന്ന നിലയ്ക്കെങ്കിലും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല കാര്യം. പാർലമെന്റിൽ ഈ വിഷയം ഇന്ന് KC വേണുഗോപാലും VK ശ്രീകണ്ഠൻ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. വരട്ടെ, പരിപാടി വരട്ടെ. കാരണം കേന്ദ്രം അറിയണം, കേന്ദ്രവും ഇതറിയണം. 232 രൂപയ്ക്ക് കേരളത്തിലെ ഒരു തൊഴിലാളി ഒരു പണിക്കും കിട്ടില്ല എന്നുള്ളത് അറിയണം. അപ്പോൾ അവർ ശമ്പളം കൂട്ടണം, ഇവർ ശമ്പളം കൂട്ടണം. കൂട്ടുമെന്നുള്ളത് വേറെ കാര്യം, കൂട്ടണം. അങ്ങനെ വന്നാൽ ആശാവർക്കർമാർ സമരം എന്തായാലും ഒരു ഗുണം കിട്ടി. ആശാവർക്കർമാരുടെ സമരം തുടങ്ങി 26-ാം ദിവസമാണ് ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു മാന്യൻ ഈ അടുത്തിടയ്ക്ക് കേരളത്തിന്റെ എല്ലാ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയോട് കുറ്റിയടിച്ച് കെട്ടിയിട്ടുണ്ടല്ലോ ഒരാൾ. അദ്ദേഹത്തിനാണല്ലോ 5 ലക്ഷം രൂപ കൂട്ടി കൊടുത്തത്, യാത്രാബത്ത. അദ്ദേഹം പെട്ടെന്ന് പോയി നിർമ്മല സീതാരാമനെ കണ്ടൊരു വാർത്ത കണ്ടു. അയാൾ കഴിഞ്ഞ ആഴ്ച നിർമ്മല സീതാരാമനെ കണ്ടിട്ട് പറഞ്ഞു, ഈ ആശാവർക്കർമാരുടെ കാര്യം ഇത്തിരി കഷ്ടമായിട്ട് ഒത്തിരി കൂട്ടി കൊടുക്കണം എന്തെങ്കിലും. ഏതായാലും
കെ വി തോമസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഏജന്റിനെ അനക്കാൻ കഴിഞ്ഞല്ലോ 26 ദിവസത്തെ ആശാ വർക്കർമാരുടെ സമരം കൊണ്ട്. അവർക്ക് തോന്നിയല്ലോ. അല്ലെങ്കിൽ ഈ വീണ ജോർജ് എന്തുകൊണ്ട് ഇവരെ ചർച്ചയ്ക്ക് പോലും മര്യാദയ്ക്ക് വിളിച്ചില്ല? ആദ്യം വിളിച്ച ചർച്ച പറയുന്നത് ധനകാര്യ വകുപ്പിനോട് ചോദിക്കട്ടെ. ധനകാര്യ വകുപ്പിനോട് ചോദിക്കാതെയാണ് ഒരു മന്ത്രി ചർച്ചയ്ക്ക് വരിക വന്നത്. മന്ത്രി പിന്നെ വിളിച്ചിട്ടില്ല, പിന്നെ ഭാഗത്ത് പോയിട്ടില്ല. അപ്പോൾ ഇതിനെ അപഹാസ്യമാക്കാൻ, ഇതിനെ ഇല്ലാതാക്കാൻ, ഇതിനെ വെറുപ്പിക്കാൻ ഇവർ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. വലിയ തോതിലുള്ള സാമൂഹ്യ പിന്തുണ ആശാ വർക്കർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അത് കൊണ്ടുവന്നത് ആരംഭിച്ചതോ അതിന്റെ പിന്നിലോ മുമ്പിലോ ആരോ ഉണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഏതെങ്കിലും സമരത്തിന്റെ മുമ്പിലോ പിന്നിലോ ആരാണെന്നല്ല നോക്കേണ്ടത്, സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യം ശരിയാണോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്, ചർച്ചകളാണ് ഉണ്ടാവേണ്ടത്. അവരെ മനുഷ്യരായി പരിഗണിക്കുകയാണ്, അതുകൊണ്ട് അവരെ സമരത്തെ അപഹസിക്കുകയല്ല. അത് ഇടതുപക്ഷ രാഷ്ട്രീയവുമല്ല.